എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrop on electronic communication. Find the option that is closest in meaning to the underlined word. ഏതാണ് അതിന് യോജിക്കുന്നത്? ആൻസർ ഡി ആണ് വരിക കേട്ടോ. ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. അപ്പൊ ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ without a ticket? Choose the suitable relative pronoun from the options given. ആൻസർ എന്താണ് വരിക? ഹൂ അല്ലെ? ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹൂ ട്രാവൽഡ് അല്ലെ? ആരാണോ അങ്ങനെ ട്രാവൽ ചെയ്തത് എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options. ആൻസർ എന്താണ് വരിക? മാർട്ടിൻ ate the least amount of shawarma at the party, preferring to snack on vegetables. Next question. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. ആൻസർ എന്താണ് വരിക? എക്സ്പെൻസീവ്. an arm and a leg എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? ആൻസർ എന്താ വരിക? ഒരു വെർബ് ആവണം. ബ്രേക്ക് പ്ലസ് ത്രൂ അല്ലെ? ബ്രേക്ക് ത്രൂ. എ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled word. ഏതാണ് കറക്റ്റ്? ഡിസെൻഡന്റ്. DESCENDANTS. ഡിസെൻഡന്റ്. Next question. This cloth used to fade when washed dash. Use the most suitable question tag. Used ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഇത് ഏത് സെന്റൻസ് ആണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഏത് സെന്റൻസ് ആണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്താവും? നെഗറ്റീവ് ആവും. യൂസ്ഡ് എന്ന് വന്നുകൊണ്ട് ഡിഡ് യൂസ് ആണ് അല്ലെ? അപ്പോൾ ഡിഡിന്റ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോസ് ദ വിൻഡോ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുക? ക്ലോസ് ദ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെയാ പാസീവ് ആക്കുക? ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. Fill in the blank using the most suitable collective noun from the option given. ഏതാണ് വരിക? റീം. REAM. റീം ഓഫ് പേപ്പർ. കളക്ഷൻ ഓഫ് പേപ്പറിനെ പറയുന്നത് റീം ഓഫ് പേപ്പർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാനേജർ ആസ്ക്ഡ് രാജി, why didn't you come to the office yesterday? The manager asked Raji dash complete the reported speech. Answer എന്താ വരിക? The manager asked Raji why she hadn't. അങ്ങനെയല്ലേ വരിക? She hadn't
കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്നാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. സന്ധി ഏതാണ് വരിക? ആദേശ സന്ധിയാണ്. ഇവിടെ എങ്ങനെയാണ് വരണത്? വിൺ പ്ലസ് സ്ഥലം, താ പോയി ടാ വന്നു അല്ലെ, അപ്പൊ ആദേശ സന്ധിയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? നപുംസകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഡി മഞ്ഞാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയല്ലാത്ത വിപരീത പദരൂപം ഏത്? ആൻസർ ഡി ആണ് ഉപജയം അപജയം എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ആ ഇ എ ആണ് ചുട്ടെഴുത്തുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? ആൻസർ ബി ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ സി കവി കവിയിത്രി അല്ല കവയിത്രി. ഈ കാരം വേണ്ട, ഇവിടെ കവയിത്രിയാണ് വരാ കേട്ടാ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പടിഷു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്താണത്? സലിംഗ ബഹുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്നുള്ളതിന് തെങ്ങാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.